കളക്ടർ ആയാലും അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൗമാമയുടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഉദ്യോഗസ്ഥര് ആർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും വാക്ക് ഞങ്ങൾ റിപ്പോർട്ട് ഇങ്ങനെ അങ്ങനെ എഴുതാന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് DLFMC മീറ്റിങ്ങിലേക്ക് അങ്ങനെ ഒരു തീരുമാനമായിട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാബുക്ക ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്കാണെങ്കിൽ സൗമ്യ മേഡത്തിന് നല്ല പൂമാല നമ്മൾ ഇടിയിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ മാല ഇടിക്കുന്ന പറഞ്ഞേ? ഇല്ലെങ്കിൽ ഷൗക്കത്ത് ഖാന്റെ പീടിയെന്ന് നമ്മൾ കോഴീന്റെ കൊടലുമാല നമ്മൾ ഇടിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യാൻ തക്കതായിട്ടുള്ള ആളുകളും നമ്മളെല്ലാവരും അതിന് തയ്യാറുമാണ്. നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ തിരിച്ചാണ് അനുഭവം അവർക്ക് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഇപ്പൊ വൃത്തിന്റെ ഇതില് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഇത് കഴിഞ്ഞു, അതില് ഇപ്പൊ കോഴിക്കോട് ജില്ലക്കാണ് 2ാം സ്ഥാനം കിട്ടിയത്. അത് പിന്നെ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതും വലിച്ചെറിയൽ മുക്തമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ശുദ്ധവായു ശുദ്ധജലം അത് നിർബന്ധമാണ്. ഇപ്പോൾ സൗമ്യയുടെ ആ പുറത്തു കൂടെയൊക്കെ നടന്ന് പുഷ്പാരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്ത്, തോട്ടിലൊഴുക്കുന്നതും പുഴയിലൊഴുക്കുന്നതും ആ വേസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നതും പിന്നെ സ്ലറി കൂട്ടി വെച്ചതും പിന്നെ ചോര ഒലിപ്പിച്ച് വാഹനങ്ങൾ പോകുന്നതും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തെങ്കിലും ആ ഫ്രഷ് കട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പത്തിനേക്ക് ഇപ്പോൾ ഈ അമ്മമാരെടുത്തുനിന്ന് പിന്നെ മക്കളെ വേർപെടുത്തി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് മേഡത്തിന് അവിടെ ഉണ്ടായത്. കാരണം മേഡത്തിന് അവിടെ എത്തിയപ്പത്തിനേക്ക് എന്തോ ഒരു ആശ്വാസമാണ് കിട്ടിയത് എന്നാണ് ഞങ്ങൾ ഇവിടുന്ന് വനിതാ മെമ്പർമാരടക്കം കുറച്ച് പേര് പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ എത്തിയപ്പോൾ ആ സൗമ്യ മേഡത്തിന് ഒരു ആശ്വാസം കിട്ടിയ പോലെ. ഏതായാലും പിന്നെ പറഞ്ഞ് കുറെ പിന്നെ കറുത്ത ചുമരിന്റെ മുകളിൽ കൂടെ ഒഴുകുന്നത് പറഞ്ഞത് വെണ്ണീര് കൂട്ടിയിട്ടേന്ന് ഒഴുകാണ് എന്ന് പറഞ്ഞ്. ഏതോ ആയിക്കോട്ടെ 10-21 പിന്നെ പഞ്ചായത്തുകളിലേക്ക് ഒഴുകുന്ന പുഴയാണ്. 10-21 പഞ്ചായത്തുകളെ കുടിവെള്ളം അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കിണറുകളുള്ള പുഴയാണത്. അപ്പൊ മേഡത്തിന് ഇപ്പൊ കോഴിക്കോട് ജില്ല മൊത്തമല്ലേ വൃത്തിയാക്കേണ്ടത്, അല്ലാതെ ഫ്രഷ് കട്ട് മാത്രമല്ലല്ലോ എന്ന് അപ്പൊ തന്നെ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രഷ് കട്ട് വൃത്തിയായ കോഴിക്കോട് ജില്ല വൃത്തിയായോ? ഇല്ലല്ലോ. അത് അതിന്റെ ഉദ്യോഗത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് DLFMC റിപ്പോർട്ട് കറക്റ്റ് കൊടുക്കേണ്ടത് ശുചിത്വ മിഷൻ നോക്കിയാലും CWRDM നോക്കിയാലും വേറെ ആര് നോക്കിയാലും കലക്ടർക്ക് റിപ്പോർട്ട് ഫൈനലായിട്ട് കൊടുക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ ഭൂമിയിലെ പിന്നെ ശുദ്ധവായു ശുദ്ധജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വൃത്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വൃത്തി ഇല്ലാത്ത സാഹചര്യം മുഴുവനും കണ്ട് അവരെ കൊണ്ട് അവിടെ വൃത്തിയാക്കിച്ച് എല്ലാം വൃത്തിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് കണ്ട തീരുമാനം എടുക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. പിന്നെ അതേപോലെ ഇപ്പോ താഴേക്കുള്ള ഇപ്പോ മാനിപുരം, അതേപോലെ മാതോലത്ത് കടവ്, REC അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ വിളിച്ചിട്ട് പിന്നെ അവിടെ മീറ്റിംഗ് കൂടേണ്ട കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടെ നമ്മളെ സമരപ്പന്തലിൽ നിന്നുള്ള ജനകീയ സമിതിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചെല്ലുമെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പോവാൻ തയ്യാറാണ്. അവർക്കൊരു ജനകീയ സമിതി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് തയ്യാറാണ്, നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സപ്പോർട്ടാണ്. ഇപ്പൊ 20-ാം തീയതി ഇവിടെ ശ്രീകണ്ഠൻ നായർ വരുന്ന സമയത്ത് അതേപോലെ 8:45-9 മണിയാകുമ്പത്തിനേക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. നമ്മൾ എല്ലാവരും ഇപ്പോൾ വനിതകളെ ഗ്രൂപ്പിലാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്. 300 ചില്ലാം ആളുകളുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരാണ് ഇവിടെ വരുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. 300 ചില്ലാൽ ഒരു 200 പേർക്കെങ്കിലും എന്തായാലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് അത് കുറച്ച് ആൾക്കാരൊക്കെ പോയി സമരം ചെയ്ത് ജയിക്കട്ടെ, ജയിച്ച് വരട്ടേന്നോ അല്ലെങ്കിൽ അത് അങ്ങനൊന്നും സാധിക്കൂല എന്നുള്ള മനസ്സുകൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയൂല. എന്നിപ്പോ നമ്മളെല്ലാവരും സാധിക്കുന്ന എല്ലാവരും അന്ന് ഇവിടെ എത്തണം. അതേപോലെ തന്നെ 24-ാം തീയതി കളക്ടറേറ്റ് മാർച്ചിൽ നമ്മളെല്ലാവരും നമ്മൾ കൊണ്ട് പറ്റുന്ന ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് വലിയൊരു റാലി തന്നെ അവിടെ നടത്തണമെന്നും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അതേപോലെ എല്ലാവർക്കും വിശ്വാസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.